ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പിൻ്റെ 21 ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ക്രിസ്തുവിൽ നങ്കൂരമിട്ട പ്രത്യാശ എന്ന വിഷയമാണ്. ഹോപ്പ് ആങ്കേർഡ് ഇൻ ക്രൈസ്റ്റ്. യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായം 25 മുതൽ 29 വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമുക്കറിയാം, ഒരു വസ്തുവിനെ ഉറപ്പിച്ച് നിർത്തുവാനായിട്ടാണ് നങ്കൂരമിടുന്നത്. കപ്പലിന് നങ്കൂരമിടുന്നത് അത് ഒരു ഓളങ്ങളിലും തിരമാലകളിലും അകപ്പെട്ട് ആടിയുലഞ്ഞു പോകാതിരിക്കുവാനായിട്ടാണ്. ഇതുപോലെ ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു വിശ്വാസിക്ക് ക്രിസ്തുവിൽ നങ്കൂരമിട്ട ജീവിതമാണുള്ളത്. എ ബിലീവർ ഹാസ് എ ലൈഫ് ആങ്കേർഡ് ഇൻ ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ആ കർത്താവിലുള്ള പൂർണ്ണമായ ആശ്രയത്തിൽ ജീവിക്കുന്നവരാണ്. മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രത്യാശ നിറഞ്ഞ ഒരു അനുഭവമാണുള്ളത്. ഈ ഭാഗത്ത് യേശു പറയുന്നത് ഒരു വിശ്വാസിയുടെ 2 പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. ജീസസ് സ്പീക്സ് ഓഫ് 2 റിസറക്ഷൻ ഓഫ് എ ബിലീവർ. ഒന്ന്, ആത്മീയമായി മരിച്ച അവസ്ഥയിൽ നിന്നുള്ളതായ ഉയർത്തെഴുന്നേൽപ്പ്, റിസറക്ഷൻ ഫ്രം എ സ്റ്റേറ്റ് ഓഫ് സ്പിരിച്വൽ ഡെത്ത്. യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായം അതിൻ്റെ 25 വാക്യത്തിൽ പ്രകാരം കാണുന്നു: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. നാം പാപത്തിൽ മരിച്ചവരായിരുന്നു, അന്ധകാരത്തിൽ കഴിഞ്ഞവരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു. എന്നാൽ യേശു നമുക്കായി മരിച്ചു. ക്രൂശിൽ മരിച്ചതിൽ കൂടെ അവൻ്റെ സകലരക്തവും നമുക്കായി ഊറ്റി തന്നതിൽ കൂടെ നാം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുകയും ദൈവത്തിൻ്റെ മക്കളായി തീരുകയും ചെയ്തു. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു അവൻ മരിച്ച് മണ്ണടിഞ്ഞു പോയ ഒരു വ്യക്തിയല്ല. പിന്നെയോ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ കർത്താവിൽ, ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും കർത്താവിനോടുകൂടെ മരിച്ച് കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവത്തിൽ ജീവിക്കുന്നവരാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അവൻ പാപത്തിന് മരിക്കുകയും ആത്മീയ ജീവൻ പ്രാപിക്കുകയും ചെയ്യും. അവൻ്റെ ജീവിതത്തിൽ ഒരു പുതുക്കത്വ അനുഭവമുണ്ട്, പുതിയ സൃഷ്ടിയായി തീരുന്ന അനുഭവം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു. അവൻ്റെ ജീവിതത്തിൽ പഴയതിൽ നിന്നൊക്കെ എല്ലാം ഒരു വിടുതലുണ്ടാകുന്നു. മുമ്പേ ജഡത്വത്തിന് കീഴിലായിരുന്ന മനുഷ്യൻ ഇപ്പോൾ ക്രിസ്തുവിന് കീഴിലാണ്. ആത്മാവിൽ നിയന്ത്രിക്കപ്പെട്ട അനുഭവമാണ് അവൻ്റെ ജീവിതത്തിലുള്ളത്. മാത്രമല്ല, അവൻ്റെ ജീവിതം പ്രത്യാശ നിറഞ്ഞതാണ്, പ്രകാശം നിറഞ്ഞതാണ്. കർത്താവായ യേശു ക്രിസ്തു രണ്ടാമതായി പറയുന്നത് ശാരീരിക മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ്. റിസറക്ഷൻ ഫ്രം ഫിസിക്കൽ ഡെത്ത്. യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായം 28 വാക്യത്തിൽ പ്രകാരം കാണുന്നുണ്ട്: കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. ഇത് ഓരോ നമ്മളെ വിശ്വാസ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ, ആ പ്രത്യാശയിൽ നാം ജീവിക്കുമ്പോൾ, നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ ഒരു വേർപെട്ട വിശുദ്ധ ജീവിതമാണ് നയിക്കുന്നത്. എന്നാൽ ഈ ജീവിതം കൊണ്ട് തീരുന്നില്ല. ഇതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. വിശ്വാസിയുടെ ജീവിതം എപ്പോഴും പ്രത്യാശ നിറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ ഈ ലോകത്തിൽ അവൻ്റെ ജീവിതം പൂർണ്ണമായി തീരുന്നില്ല. ഇതിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ട്, ഒരു നിത്യജീവൻ ഉണ്ട് എന്നുള്ള പ്രത്യാശയാണ് ഓരോ വിശ്വാസിയെ മുന്നോട്ട് നയിക്കുന്നത്. അതായത് കർത്താവിൻ്റെ വരവിങ്കൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. മാത്രമല്ല, അവൻ നിത്യതയിൽ ക്രിസ്തുവിനോട് ജീവിക്കും. ആ പ്രത്യാശയാണ് ഓരോ വിശ്വാസിയെ മുന്നോട്ട് നയിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരിക്കൽ ക്രിസ്തു നമ്മെ തൻ്റെ തിരുരക്തം നൽകി വീണ്ടെടുത്തു. ഇനി അവൻ വീണ്ടും വരും. എന്തിനാണ്? തൻ്റെ രക്തം നൽകി വീണ്ടെടുത്തതായ തൻ്റെ ജനത്തെ ഈ ലോകത്തിൽ നിന്ന് വീണ്ടെടുത്ത് നിത്യതയിൽ ആക്കി തീർക്കുവാൻ. ആ നാളുകൾക്കായി പ്രത്യാശയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.